CPM-ൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ആയിരുന്നു ദേ ആർ ഫോർ ദ ഡൗൺ ട്രോഡൻ. അതായിരുന്നല്ലോ 60 ഇയേഴ്സിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ. 3 SC MLA-മാരും മുൻ MLA-മാരും സിറ്റിംഗ് MLA-മാരും CPM CPI കോൺഗ്രസ് BJP ജോയിൻ ചെയ്തില്ലേ? അവർ ജോയിൻ ചെയ്യുമ്പോൾ അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി 30 കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ BJP വരുന്നത്. അപ്പോൾ ഇതെല്ലാം സോ കോൾഡ് ഇതാണ് എൻ്റെ വോട്ട് ബാങ്ക്, അതെല്ലാം അതിൻ്റെ എല്ലാം സെൽ ബൈ ഡേറ്റ് കഴിഞ്ഞു. ഈ മാർക്സിസമും ഈ ക്ലാസ് വാറും ബൂർഷ്വ വ്യവസായി വേഴ്സസ് പാവം ഇതെല്ലാം ഇന്നും എന്താണ് ഇവിടുത്തെ നിലവിൽ നിയമം MLA പറയുന്നത്? ഞാൻ വ്യവസായിയാണ്. അപ്പം പിന്നെ എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥ എന്താ വ്യവസായി അല്ലേ? എന്താണത്? ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വ്യവസായമാവുന്നൊരു തെറ്റാണോ? എങ്ങനെയാണ് അത്? കറപ്ഷൻ ചെയ്തിട്ട് വ്യവസായമല്ലേ തെറ്റ്? അപ്പോൾ പിന്നെ പിണറായി വിജയൻ്റെ മോളെന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്ത ഇയാൾ? അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിലാണ് ഇവർ. പിന്നെ അവർ ബ്ലെയിം ചെയ്തൊരു കാര്യമില്ല, ഇതാണ് അവരുടെ രാഷ്ട്രീയം. 40 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്നു, ഇന്ന് അത് തന്നെ ചെയ്യുന്നു. ഞാൻ താങ്കളുടെ ഒരു അസസ്മെന്റ് അറിയാനായിട്ട്, ഇപ്പോൾ UDF ഒരു 40 to 50 വരികയാണെങ്കിൽ LDF-ന് സ്വാഭാവികമായിട്ടും ഒരു സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് സീറ്റ്സ് ഉണ്ട്. എന്ത് തരം സിനാറിയോ ആണ് BJP എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, ഈ ഇലക്ഷനിൽ അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അഭിപ്രായമില്ല. പക്ഷേ ലാർജ് നമ്പർ ഓഫ് സീറ്റ്സ് ഹാവ് ഗോൺ ഫ്രം സർട്ടൺ UDF, സർട്ടൺ LDF ടു അൺസർട്ടൺ. ഇതാണ് ഫാക്ട്. അല്ലല്ല, അൺസർട്ടൺ. അതൊരു വേറൊരു ഡേറ്റ പോയിന്റ് പറയാം. ഞങ്ങൾ സെപ്റ്റംബർ ലാസ്റ്റ് ഇയർ ഒരു സർവേ ചെയ്തപ്പോൾ, നവംബർ ലാസ്റ്റ് ഇയർ സർവേ ചെയ്തപ്പോൾ 68% ഓഫ് മലയാളീസ് ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് UDF LDF. വിച്ച് ഡസൻ മീൻ 68% ആർ റെഡി ടു സപ്പോർട്ട് BJP. അതും പറയുന്നില്ല. ബട്ട് ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്നൊരു ഫാക്റ്റാണ്. രണ്ടാമത്തേത്, 62% ഓഫ് മലയാളീസ് റാങ്ക്ഡ് നരേന്ദ്ര മോദിജി ആസ് ദ ബെസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർ ഈവൻ അഹെഡ് ഓഫ് പിണറായി വിജയൻ. അപ്പോൾ ഈ 2 ഡേറ്റ ഞങ്ങൾ സർവേ ആണേ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പ്രൊഫഷണലി കമ്മീഷൻ സർവേ, ബട്ട് ഞങ്ങളുടെ സർവേ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇഫ് യു കണക്ട് ദ ഡോട്ട്സ് ആൻഡ് ട്രൈ ആൻഡ് എക്സ്ട്രാപ്പുലേറ്റ് സീറ്റ് ഔട്ട്കം, എന്താണ് ഇതിൻ്റെ 68% ഡിസാറ്റിസ്ഫൈഡ്. മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഹാഫ്. ബട്ട് ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. ആ മൂന്നാമത്തെ ഓപ്ഷൻ BJP അറ്റ് ദ വെരി മിനിമം സീറ്റ് അല്ല, അത് വരൂ, ഈസ് പ്രൊവോക്കിംഗ് എ ഡിസ്കഷൻ. വികസനത്തിൻ്റെ ഡിസ്കഷൻ, ഒരു MLA-ൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഡിസ്കഷൻ, ഒരു സർക്കാരിൻ്റെ കടമേൻ്റെ ഡിസ്കഷൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അത് ശക്തമായി ഡിസ്കഷൻ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സാധാരണ മലയാളി ഇന്ന് ആലോചിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെ CPM-നും കോൺഗ്രസിനും വോട്ട് കൊടുത്തത്? അത് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. This option was available in 21 also, 2016 also. No, it's a different option today. It is a very different option today because Trivandrum Corporation has happened. That whole stigma of BJP being untouchable is demolished. This is a very different set of scenario today, and Kerala is in a much different situation today than 2021. 2021 കോവിഡ് ആയിരുന്നു, ഫുഡ് പാക്കറ്റ് ആയിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ അവിടെ വികസനമോ ഭാവിയോ ഒന്നും, സർവൈവൽ ആയിരുന്നല്ലോ ഇഷ്യൂ. അപ്പോൾ ഈ റേഷൻ പാക്കറ്റ് കൊടുക്കുന്ന CPM ഗവൺമെൻറ്റിന് മാൻഡേറ്റ് കിട്ടി. ഇന്നതല്ലല്ലോ. 6 ലക്ഷം കടമാണ്, 4 out of 10 ഗ്രാജുവേറ്റ്സ് ആർ ജോബ്ലെസ്, ഹയസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് ഇൻ ദ കൺട്രീസ് ഇൻ കേരളം, ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, ഫുഡ് ഇൻഫ്ലേഷൻ, വെളിച്ചെണ്ണൻ്റെ വില നോക്കൂ, ഇസ് കേരളം. ഇതെല്ലാം യു ക്യാൻ സ്പിൻ എനിത്തിങ് യു വാണ്ട്. കേരള മോഡൽ, കാൾ മാർക്സ്, എംഗൽസ് എന്ന് പറഞ്ഞിട്ട് എത്രയോ പറയാം. പക്ഷേ ഇതെല്ലാം ജനങ്ങളെ എല്ലാ ദിവസവും ബാധിക്കുന്ന ഇഷ്യൂസ് അല്ലേ? Another thing, in between you mentioned about Shabarimala. ശബരിമലയിൽ 2018 ഒരു മേജർ ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ റിപ്പർക്കഷനും ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. 2 തവണയും അതിൻ്റെ ബെനിഫിഷ്യറി ആയത് UDF ആണ്. വൈ ഷുഡ് ഈ വോട്ട്സ് ഒക്കെ എന്തുകൊണ്ട് BJP-യിലേക്ക് വരണം? അല്ല, ബെനിഫിഷ്യറീസ് എങ്ങനെയായി? അത് ബെനിഫിഷ്യറീസ് 2018 നടന്ന ഉപദ്രവവും അതിൻ്റെ U-ടേൺ, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു U-ടേൺ നടന്നല്ലോ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ ആ റിപ്പോർട്ട് കാർഡ് ഈ ഇലക്ഷനിൽ കിട്ടും. 2021 വാസ് ടു ഏർലി ടു കോൾ ദി ഇമ്പാക്ട് ഓഫ് 2018 ബിക്കോസ് നന്നായി കൺഫ്യൂസ് ചെയ്ത് എല്ലാവരെയും. സുപ്രീം കോർട്ടാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്, വിമൻ ഇക്വാളിറ്റി, ഇതെല്ലാം ക്യാമോഫ്ലാജ് ചെയ്ത് പിന്നെ കോൺഗ്രസ് പാർട്ടി അതിൽ കയറി BJP എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. BJP പ്രസിഡൻറ്റിനെ ജയിലയക്കണം, പിന്നെ 3000 പേരെ ജയിലയച്ചു, കേസ് ഫയൽ ചെയ്തു, പേടിപ്പിച്ചു, ഭീഷണി. അതായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഉള്ളത് ഒരു പെറ്റീഷൻ ഫയൽഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരളം ത്രൂ ദേവസ്വം ബോർഡ് സെയിങ് തന്ത്രിയാണ് ലാസ്റ്റ് വേർഡ് ഓൺ റിച്വൽസ്. അപ്പോൾ ആ ബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ലേ? ഇത് ഇരട്ടത്താപ്പല്ലേ? ഇത് ഹിപ്പോക്രസിൻ്റെ അപ്പൂപ്പനല്ലേ? ഇതിന് തിരിച്ചടി ആരാ കൊടുക്കേണ്ടത്? ജനങ്ങൾ കൊടുക്കും. ഇതിൽ ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആരോ എന്നോട് വന്ന് ഡൽഹിയിൽ നിന്നൊരു മീഡിയക്കാരൻ ചോദിച്ചു, ഐ ഡോണ്ട് സീ ആങ്കർ ഓൺ ദ സ്ട്രീറ്റ്സ് അബൌട്ട് ശബരിമല. ദാറ്റ് ഈസ് നോട്ട് നെസസറി. ആങ്കർ ഇസ് ഇനഫ് ടു ഗോ ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് പീപ്പിൾ. ഇവിടെ റയറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകുമ്പോൾ 2 ഫാക്ടറാണത്. ഒന്ന്, ചീഫ് മിനിസ്റ്റർ സെയിങ് ഇതൊരു വീഴ്ചയാണ്. ഹൗ ഇസ് ഇറ്റ് എ വീഴ്ച? ഇത് വേറെ ഏതെങ്കിലും റിലിജൻ്റെ ഒരു സേക്രഡ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ? അല്ല, CM കാല് പിടിച്ച് ക്ഷമ ചോദിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ ദല്ലാൽ ഈ കറപ്ഷൻ ഓഫ് ദേവസ്വം ബോർഡ് എപ്പോൾ തുടങ്ങി? ഏത് സർക്കാരിൻ്റെ സമയത്താണ് തുടങ്ങിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയിൽ മടിയിൽ പോയിരിക്കുന്നത്? 1 തവണയല്ല, 2 തവണയല്ല, 5 തവണ പോയി കാണുന്നു. എന്തുകൊണ്ട്? സോണിയാഗാന്ധി ഈസ് എ ശബരിമല വിശ്വാസി. Since when? Why is Unnikrishnan Poti being protected by Vasavan and Kadangapalli Surendran? എന്തുകൊണ്ട് SIT കടകംപള്ളി സുരേന്ദ്രൻ്റെ എതിരെയും വാസുവിൻ്റെ എതിരെ കേസ് ഫയൽ ചെയ്തിട്ടില്ല? തന്ത്രിയുടെ അഗേൻസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. കോർട്ട് പറയുന്നു ദർ ഇസ് നോട്ട് ഈവൻ an iota of evidence against തന്ത്രി. But a minister whose constitutional responsibility ആണ് ദേവസ്വം ബോർഡ്, അയാൾ കേസ് ഫയൽ ചെയ്യുന്നില്ല. 4.5 കിലോ സ്വർണം പോയിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട്, അയാൾ കേസ് ഫയൽ ചെയ്യുന്നത്. ഇതെല്ലാം ജനങ്ങളെ ദേഷ്യപ്പെടുത്തില്ലേ? എന്തുകൊണ്ട് ഈ വോട്ട്സ് അത് നോക്കൂ. 21 നടന്ന ഇലക്ഷനും 26 നടക്കാൻ പോകുന്ന ഇലക്ഷനും വലിയ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി ഇവിടെ ശബരിമല 3 തവണ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം കിട്ടുന്നെന്ന് അത് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ആരാണ് കോൺഗ്രസ് ശബരിമലേൻ്റെ പിന്നിൽ? CPM ആയിരുന്നു. അതിന് പിന്തുണ കൊടുത്തതും മൗനം പാലിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അത് പറയട്ടെ, ഈ ഇലക്ഷൻ സമയത്ത് പുറത്തു വരും. അല്ല ഇതിൽ എവറിബഡി, ഇതിപ്പോൾ പൊളിറ്റിക്കൽ പണ്ടിട്രിയിൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടല്ലോ. BJP എന്ത് ചെയ്യണം? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഹാരാക്കരിയോ? എന്താ ചെയ്യേണ്ടത്? ഇഷ്യൂ വി ഹാവ് റേസ്ഡ് ഇറ്റ്. വി ഹാവ് നോട്ട് ഓൺലി റേസ്ഡ് ഇറ്റ്, ഇറ്റ് ഈസ് ക്ലിയർലി ഇൻ പീപ്പിൾസ് മൈൻഡ്. ഇനി BJPക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് മേ മേക്ക് ഫോർ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻ മീഡിയ. ഞങ്ങളിപ്പോൾ എല്ലാ ബൂത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടല്ലോ, ചർച്ച ചെയ്യുന്നുണ്ട്. ബിറ്റ്വീൻ പാർട്ടി ആൻഡ് ദ വോട്ടർ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തേണ്ട ആവശ്യമില്ല. താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഇലക്ഷന്റെ ഒരു 2 ടേക്ക് അവേ എടുക്കുവാണെങ്കിൽ, ഒന്ന് അത് BJPയുടെ ഒരു അൺടച്ചബിലിറ്റി മാറി, ആ ഫാക്ടർ മാറി. 2, BJP ഒരു സ്ട്രോങ് ഓപ്ഷൻ ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ഇലക്ഷൻ. അല്ല, ജസ്റ്റ് എ കറക്ഷൻ, അൺടച്ചബിലിറ്റി മാറി എന്നല്ല. CPMൻ്റെയും കോൺഗ്രസിൻ്റെ പ്രചരണം ദാറ്റ് BJP ഈസ് അൺടച്ചബിൾ, അത് പൊളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 മാറ്റങ്ങൾ വരുമ്പോൾ BJPയുടെ ഈ ഗ്രോത്ത് ഏത് UDF-നെയാണോ LDF-നെയാണോ കൂടുതൽ തളർത്താൻ പോകുന്നത്? രണ്ടുപേരും 100% ഒരുപോലെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. 50% ഇവിടെ നിന്നാണോ 45% ആണോ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഞങ്ങളാണ് ഡെവലപ്മെൻറ്റ് പാർട്ടി, ഞങ്ങളാണ് ഭാവിയെക്കുറിച്ച് ഒരു അഭിപ്രായവും കാഴ്ചപ്പാടുള്ള പാർട്ടി. അത് ആരെ ബാധിക്കും, എത്ര ബാധിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഞാൻ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ 2 പാർട്ടിയും ഫെയിൽഡ് പാർട്ടീസാണ്. നോക്കൂ, ഇതൊരു മറ്റൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു പാർട്ടി റീസണബിളി സക്സസ്ഫുൾ ആണ്, മറ്റൊരു പാർട്ടി ഫെയിലിയർ ആണ്, ദെൻ യു ക്യാൻ ചൂസ്. മനസ്സിലായില്ലേ?
ഇത് രണ്ട് പാർട്ടിയും പൊളിഞ്ഞ പാർട്ടീസാണല്ലോ. ഇതിൽ എന്താണ് വ്യത്യാസം? രണ്ട് പേരിൽ എന്താണ് വ്യത്യാസം? അതല്ലേ ഞങ്ങൾ മാർച്ച് 7th സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പയിൻ. CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അപ്പോൾ രണ്ടുപേരും ബാധിക്കും. അതാണ് ഡെമോക്രസി. ബിജെപിയുടെ ഒരു മെയിൻ ശത്രു, opponent ദർ ഇസ് നോ മെയിൻ ശത്രു. വൈ ഷുഡ് ഐ ഡിസൈഡ് മെയിൻ ശത്രു? ഞങ്ങൾക്ക് ആരും ശത്രുവല്ല. ഇവർ ജനങ്ങളുടെ ശത്രുക്കളാണ്. ഇവർക്ക് രണ്ട് പാർട്ടിക്കും ജനങ്ങൾ വിശ്വസിച്ച് എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഒരു അവസരമാണോ? അല്ല. രണ്ടാണോ? അല്ല. 70 കൊല്ലം കിട്ടിയില്ല അവസരം. പക്ഷെ രണ്ട് ശത്രുക്കളെ നമുക്ക് ഒരേ സമയം നേരിടാൻ പറ്റുമോ? നേരിടണം. UP-യിൽ ആരായിരുന്നു 10 കൊല്ലം ഭരിച്ചത്? കോൺഗ്രസ്. അതിൻ്റെ ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസ് എങ്ങനെ ഭരിച്ചു? CPM-ൻ്റെ പിന്തുണയുണ്ടല്ലേ. 14 നരേന്ദ്രമോദി പറഞ്ഞോ രണ്ടുപേരെ ശത്രുവാണ്, ഒന്ന് മാത്രമാണ് ശത്രു? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അതുപോലെയല്ലല്ലോ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ടെറൈൻ. ഇതെല്ലാം സോറി വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്, ഈ കാൽക്കുലേഷൻ ആൻഡ് ദിസ് നെറേറ്റീവ് കേരളം ഈസ് സംഹൗ സ്പെഷ്യൽ ഒന്നല്ല. ഇവിടുത്തെ വോട്ടറും ആരാണെങ്കിലും വോട്ടറിൻ്റെ ആവശ്യം ഒരു നല്ല ട്രസ്റ്റഡ് പബ്ലിക് സർവൻറ്റ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ MLA, ഒരു MP ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് അവർക്ക് കിട്ടാനൊരു സാധ്യതയുണ്ട്. അത് BJP NDA വഴി അവർക്ക് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനിയിപ്പം ബാക്കി അവർ തീരുമാനിക്കും. അങ്ങനെയൊന്നുമില്ലല്ലോ. വാട്ട് ഈസ് ദ പ്രൈം എനിമി? ഐ ഡോണ്ട് നോ. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ രണ്ടുപേരും കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവരുടെ പ്രവർത്തന ശൈലി കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയമാണ്. രണ്ടുപേരും ധർമ്മടം ധർമ്മടമാണ് ഞാൻ പോയപ്പോൾ. പിന്നെ ഐ വെൻറ്റ് ടു ധർമ്മടം. വി ഹാഡ് അദാലത്ത് ദേർ. എൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു അയ്യോ കോട്ടയാണ്, മാങ്ങയാണ്, ഇതെല്ലാം പറഞ്ഞു, പോണ്ട. അവിടെ പോയി അദാലത്തിൽ 6,000 people came or 5,000 people came. 3,008 number is still stuck in my head. 3,847 പരാതികൾ. CM-ൻ്റെ നിയോജക മണ്ഡലം. എന്താണ് പരാതി? കുടിവെള്ളമില്ല, വീടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, ഡ്രെയിനേജ് ഇല്ല, മാലിന്യത്തിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര മോശമാണ്. ഇതാണ് CM-ൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോയി പരവൂർ. സെയിം തിങ്. പിന്നെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട എനിമി? രണ്ടുപേരും ഇൻകോമ്പറ്റൻ്റ് ആണ്, രണ്ടുപേരും കറപ്റ്റാണ്, രണ്ടുപേരും ശബരിമല കൊള്ളക്കാരാണ്, രണ്ടുപേരും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു, മറ്റേ ആൾ SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. ഹൂ ഈസ് ദ ബിഗർ എനിമി? നിങ്ങൾ പറയും.